നമസ്കാരം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ സാധാരണ തൊടുകുറിയല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടത്താനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന ഒരു ദൈവിക നിമിത്ത സന്ദേശമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന അനുഭവങ്ങൾ, ചില ആളുകൾ, ചില സംഭവങ്ങൾ ഇവയെല്ലാം യാദൃശ്ചികമല്ല. അതെല്ലാം ഒരു അദൃശ്യ ശക്തിയുടെ സൂചനയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാം. എനിക്ക് നല്ല സമയം എപ്പോഴാണ് വരുന്നത്? എൻ്റെ കഷ്ടപ്പാട് എപ്പോഴാണ് അവസാനിക്കുന്നത്? എനിക്ക് ഭാഗ്യമുണ്ടോ? ഇങ്ങനെയുള്ള നിറയെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ചോദിക്കും. നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഈ തൊടുകുറി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഇന്ന് പക്ഷികളുടെ ദൈവിക ഊർജം ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക തൊടുകുറി ഫലമാണ് നിങ്ങൾക്കായി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ 2 പക്ഷികളുടെ ചിത്രങ്ങൾ, ഒന്ന് പച്ചത്തത്തയും ഒന്ന് മഞ്ഞത്തത്തയുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായി ഏത് പക്ഷിയിലേക്കാണ് ആകർഷിക്കപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച ശേഷം കണ്ണുകൾ തുറന്ന് ഈ 2 പക്ഷികളിൽ നിന്നും ഒന്നു മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇത്രയും സമയം കൊണ്ട് ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അങ്ങനെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒന്നാമത്തെ ചിത്രമായ പച്ചത്തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള തൊടുകുറി ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഇതിനോടകം തന്നെ അനുഭവിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നതായ ആദ്യത്തെ ഫലം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടി വരുന്നതാണ്. അതായത് ഇനിയുള്ള കാലഘട്ടത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കാനിരിക്കുന്നു എന്നാണ്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളും ചില തിരിച്ചറിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. അതായത് ചില ഉത്തമമായ ബോധ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതിനാൽ ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വ്യക്തത വരുന്നു. തന്മൂലം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമാകുവാനും അതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതുമാകുന്നു. അതിനാൽ ഈ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്പം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായി തീരും. കുറേയധികം പ്രധാനപ്പെട്ടതുമായി അവസ്ഥകളിലും നിങ്ങളെ സഹായിച്ചിരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. അത്തരം സുഹൃത്തുക്കൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത വലയം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധിക്കും എന്നുകൂടി ഇവിടെ പറയുന്നതായ ഒരു ഫലമാകുന്നു. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ചില കർമ്മങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം തോന്നുന്നതായ ചില കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാകുന്നു. കൂടാതെ നിങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ ചില അംഗീകാരങ്ങൾ തേടി വരുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഉടനെ ചില മംഗളകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ വാർത്തകൾ തേടി എത്തുന്നതാണ്. അതായത് ഉടനെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് തൊടുകുറി ഫലം കാണുന്നത്. ഇനി നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നിങ്ങളെ തേടി വരാനിരിക്കുന്നത്. ആരോഗ്യകരമായ കാര്യങ്ങളിൽ ആണെങ്കിൽ കൂടിയും അല്പം പുരോഗതി നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കി വയ്ക്കണം.
ഇനി തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് നേരിടേണ്ടതായ പല പ്രശ്നങ്ങളും ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്ന ഉത്തമമായ ഫലം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ ചതിച്ചിട്ടു പോയ വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും മുൻപ് സംഭവിച്ചതുപോലുള്ള ചതികൾ ഇനി സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കണം. പലപ്പോഴും പല വ്യക്തികളുടെയും പല വാക്കുകളിൽ വീണുപോയിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഇനി ഒരു ദിവസം അങ്ങനെയുള്ള വ്യക്തികളിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിനൊരു മറുപടി നിങ്ങൾ തീർച്ചയായും നൽകണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അതിനുള്ള സമയം തീർച്ചയായും വന്നു ചേരുന്നതാണ്. അതായത് പലപ്പോഴും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള വ്യക്തികൾ, നിങ്ങളെ അപമാനിച്ചിരിക്കുന്ന പല വ്യക്തികൾക്ക് മുമ്പിൽ വന്ന് തലകുനിച്ചിരിക്കുന്നതാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്. ദേവി കടാക്ഷം ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുകയും ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുകയും ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായ തത്തയെ തിരഞ്ഞെടുക്കുന്നവർക്കുള്ള തൊടുകുറി ഫലം. ഇനി രണ്ടാമത്തെ ചിത്രമായ മഞ്ഞത്തത്തയെ കാത്തിരിക്കുന്നവർക്കുള്ള സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തൊടുകുറിയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലും വർദ്ധിക്കും എന്നുകൂടി ഇവിടെ ഫലമായി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച പല ദുരിതങ്ങളും ഇനി ഇല്ലാതാകുവാൻ പോകുന്നു എന്നുള്ളതാകുന്നു. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു അവസാനം വരുത്തുന്നതിന് അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ഉടൻ തന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉടനെ തന്നെ വന്നു ചേരുന്നതാകുന്നു. പലപ്പോഴും പല ജീവിതത്തിലെ യഥാർത്ഥങ്ങളും നിങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞവരാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ എത്രയധികം തളർന്നു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങളെ വിട്ടുകൊടുക്കില്ല എന്നാണ് യഥാർത്ഥം. മറ്റൊരു കാര്യം, പോരാടി ജയിക്കുന്നതിൻ്റെ സുഖം നിങ്ങൾക്കറിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആയതിനാൽ തന്നെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ തളർന്നു പോകുവാൻ നിങ്ങൾക്കാവില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഇവിടെ വിജയിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ കാര്യം വിജയത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ വ്യക്തികളും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതായ അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കാരണം മറ്റുള്ളവരും രക്ഷപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ സ്വപ്നം കാണുന്ന ചില കാര്യങ്ങൾ ഉടനടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതിനാൽ തീർച്ചയായും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിർത്താതെ തുടർന്നു കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നു. ഒരു കടാക്ഷം അനുഗ്രഹം ജീവിതത്തിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നു. ഈ കടാക്ഷം അല്ലെങ്കിൽ ഈ അനുഗ്രഹം നിലനിർത്തുന്നതിനായി നിങ്ങൾ പ്രധാനമായി ചെയ്യേണ്ടത് ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുകയും നാമമന്ത്രങ്ങൾ ജപിക്കുകയും വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അനുകൂലമാവുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്കും അതിൻ്റെ ഗുണം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ഉടനെ തന്നെ സംഭവിക്കുന്നതാണ്.
നിങ്ങൾ ഏത് തത്തയാണ് തിരഞ്ഞെടുത്തെങ്കിലും നല്ല ചിന്തയും ആത്മവിശ്വാസവും കൈവിടരുത്. ദൈവാനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നമസ്കാരം.